ഹലോ ആൾ, നമസ്കാരം. ഇത് നമ്മുടെ കോയമ്പത്തൂർ നടന്ന ഒരു ആർട്ട് ഫെസ്റ്റിവലിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇത് 2 ദിവസമേ നടന്നുള്ളായിരുന്നു. 2ാമത്തെ ദിവസമാണ് ഞങ്ങളിത് അറിയുന്നത്. ഭാഗ്യവശാൽ അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ. ഈ ആർട്ട് ഫെസ്റ്റിവലിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുട്ടികൾക്കായിട്ട് അവർ ഈ ഓരോ ആർട്ട് ലേൺ ചെയ്യാനുള്ള ഒരു വർക്ക്ഷോപ്പ് പോലെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കുറേ പേര് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കതൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റും എൻകറേജ്മെൻറ്റും പിന്നെ അത് പഠിക്കാനുള്ളൊരു അവസരവും കൂടെ ആയിരുന്നു ഇവരിത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ പല നല്ല നല്ല ആർട്ടിസ്റ്റ്, വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ നല്ല നല്ല വർക്കുകൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് തന്നെ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്ത കുറേ വർക്കുകൾ നല്ല രീതിയിൽ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാനായിട്ടൊരു സാഹചര്യം കിട്ടി. എന്നാലും നിങ്ങൾ കണ്ടു നോക്കൂ വീഡിയോ. ഇവിടെ നമുക്ക് ഈ ആർട്ട് വർക്ക് കാണാൻ മാത്രമല്ല, ഇത് കണ്ട് നമ്മൾക്കിത് പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരം കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2000-3000 തുടങ്ങി 3 lakh 5 lakh വരെ വരുന്ന ഒരു ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ വാങ്ങാൻ കിട്ടുമായിരുന്നു, നമ്മൾക്കത് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ വർക്കിൽ ഇതിന് ഏകദേശം 3 lakh ആയിരുന്നു പ്രൈസ്. കൂടാതെ ഇവിടെ സ്പോട്ടായിട്ട് നമ്മുടെ ആർട്ടിസ്റ്റെല്ലാം ഇരുന്ന് നമ്മൾക്ക് സ്പോട്ടായിട്ട് തന്നെ നമ്മുടെ പടം നമ്മൾക്ക് വരച്ച് തരുമായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു രസമായിട്ട് തോന്നി. ഒരു ഒരു സെക്കൻഡിൽ അവർ ഒരാളുടെ മുഖം നോക്കി കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് കാണാനും പറ്റുമായിരുന്നു, വാങ്ങാനും പറ്റുമായിരുന്നു. ഇവിടെ മെയിനായിട്ടുള്ള പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ് എല്ലാം എന്ത് മീഡിയ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓയിൽ പെയിൻ്റ് ഉണ്ടായിരുന്നു, അക്രിലിക് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, പെൻസിൽ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു, പിന്നെ സാൻഡ് ആർട്ട് ഉണ്ടായിരുന്നു, പിന്നെ കോഫി ആർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പല ടൈപ്പുള്ള പല രീതിയിലുള്ള ആർട്ടിസ്റ്റ് ഫോംസാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികളുടെ ആ വർക്ക്ഷോപ്പ്.
ഇതാണ് കോഫി മീഡിയ ആയിട്ട് യൂസ് ചെയ്ത് വരച്ച പെയിൻറ്റിങ്സ്. പിന്നെ കുട്ടികളുടെ ഡാൻസ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു വേദി ഉണ്ടായിരുന്നു ഇവിടെ. അത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.